എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്കിൽ വിതരണം ആരംഭിച്ചു. ഇനിയും കിട്ടാത്ത ആളുകളും കുറച്ച്, അതായത് 300, 200, 500 കുറഞ്ഞ് ലഭിച്ചിട്ടുള്ള ആളുകളും കയ്യിൽ പ്രതീക്ഷിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ സർക്കാർ വാക്ക് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. 1000 രൂപയുടെ പെൻഷൻ വർധനവ് വൃക്ക ക്യാൻസർ രോഗികൾക്ക് വരുത്തിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷനും 1000 രൂപയുടെ വർധനവാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതും നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, വൃക്ക ക്യാൻസർ ക്ഷയ രോഗികൾക്കുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചു. 1000 രൂപയായിരുന്നു എല്ലാ മാസവും പെൻഷൻ ലഭിച്ചിരുന്നത്. അത് 2000 രൂപയാക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ക്യാൻസർ, വൃക്ക, ക്ഷയ രോഗ സമയത്ത് ചികിത്സാ വേളയിലാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക. രോഗിയാണ് എങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇത് തുറന്നും ലഭിക്കുന്നതാണ്. പക്ഷെ ഓരോ വർഷവും ഇത് പുതുക്കണം എന്നുള്ളതാണ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ ഒരു പെൻഷന് അർഹതയുണ്ട്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും ക്യാൻസർ അല്ലെങ്കിൽ വൃക്ക, ക്ഷയ രോഗികളാകുകയാണ് എങ്കിൽ അവർക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ്. ഉയർന്ന ക്ഷേമ ബോർഡ് പെൻഷനുകൾ, മറ്റ് സർക്കാർ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് ഈ ഒരു സഹായം ലഭിക്കുകയില്ല. നിലവിലുണ്ടായിരുന്ന രീതി, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എല്ലാ മാസവും ഇത് ലഭിച്ചിരുന്നില്ല. ലഭിക്കുമ്പോൾ 3, 4 അല്ലെങ്കിൽ 5, 6 മാസത്തേത് ഒരുമിച്ച് ലഭിക്കാറാണ് പതിവ്. അർഹതയുള്ളവർ എന്തായാലും ഇത്തരം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അതിന് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇത്തരത്തിൽ ഉണ്ട് എങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കണം. മറ്റൊന്ന്, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തേതിന്റെ 2000 രൂപയുടെ വിതരണം ഇന്നലെ ജൂലൈ 24-ാം തീയതി മുതൽ തന്നെ ആരംഭിച്ചു. വൈകുന്നേരത്തോടു കൂടിയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടില്ല. അപ്പൊ എത്താത്ത ആളുകൾക്ക് ഇന്നിപ്പോ 4-ാം ശനിയാഴ്ചയാണ്, അതുപോലെ തന്നെ നാളെ ഞായറാഴ്ചയാണ്. ചില ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ അവധി ദിവസങ്ങളാണ് എങ്കിൽ പോലും കയറാറുണ്ട്. അല്ലാത്ത ആളുകൾക്ക് തിങ്കളാഴ്ച മുതൽ കയറി തുടങ്ങുന്നതാണ്. മറ്റൊന്ന്, കയ്യിൽ പെൻഷൻ വിതരണമാണ്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തും. തിങ്കൾ വൈകുന്നേരത്തോടു കൂടി തന്നെ കാണുന്ന ആളുകൾക്കൊക്കെ ഈ ആളുകൾ വിതരണം ചെയ്ത് തുടങ്ങുന്നതാണ്. വീടുകളിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നത് ചൊവ്വാഴ്ച മുതൽ സജീവമാകുന്നതാണ്. 3-ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് ഉത്തരവിലുള്ളത്. അതോടൊപ്പം തന്നെ NSAP വിഹിതം ലഭിക്കുന്ന, കേന്ദ്ര വിഹിതം ലഭിക്കുന്ന സംസ്ഥാനത്തെ 8 ലക്ഷത്തിലധികം ആളുകൾക്ക് 300, 200, 500 രൂപയുടെ കുറവുണ്ട്. അവർക്ക് 1700, 1800, 1500 എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ കുറഞ്ഞ തുക ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അവർക്ക് ആ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 23 ലക്ഷത്തോളം രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രം നൽകേണ്ട തുകയാണ്, അവർ നൽകാത്തതുകൊണ്ട് സംസ്ഥാനം മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ വിതരണവും ഉടൻ ഉണ്ടാകും. അടുത്ത പെൻഷൻ വിതരണത്തിന് താമസം ഉണ്ടാകില്ല. തിരുവോണം 26-നാണ് വരുന്നത്. അതിനു മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും. സാധാരണഗതിയിൽ 24, 25 തീയതികളിലേക്കാണ് വിതരണം ആരംഭിക്കുന്നത് എങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തേത് മുൻകൂറായി നൽകിക്കൊണ്ട് 4000 രൂപ ലഭിച്ചേക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. കിട്ടാത്തവർക്ക് ഇന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച മുതൽ അത് സജീവമായിട്ട് കിട്ടുന്നതാണ്. ഇന്നലെ മുതൽ തന്നെ വിതരണം സജീവമായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.